ജനങ്ങളുടെ ഒരു പ്രതീക്ഷ മാറ്റം ഇവിടെ നടക്കും കാര്യങ്ങൾ എന്ന് പറയുന്ന ആ നിലയിലൊരു ആസ്പെക്റ്റിൽ ജനങ്ങൾ സാധാരണ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് മിനിസ്റ്റർ കാണുന്നത്? അതിപ്പോൾ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നടക്കില്ല എന്നതായിരുന്നു ചിന്ത. അത് മാറി ഇത് നടക്കും എന്നൊരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് 2016 മുതലുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന കേരളത്തിനോടുള്ളത്. അപ്പോൾ അസാധ്യമാണ് എന്ന് പലരും കരുതിയതും ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതുമായ പദ്ധതികൾ വരെ അസാധാരണമായൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ 16 മുതലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ആ ആത്മവിശ്വാസം. അപ്പോൾ സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ എത്ര ശ്രമം നടത്തിയാലും അതിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, എല്ലാ വകുപ്പുകളുടെയും പിന്തുണയുണ്ടാകണം. അതെല്ലാം തന്നെ ഏകോപനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഈ ഒരു 9 വർഷത്തോളം ആകാൻ പോകുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനം. അത് ജനങ്ങളിൽ, സംരംഭക സമൂഹത്തിൽ, ലോകത്തെമ്പാടും ഒരു ആത്മവിശ്വാസം സൃഷ്ടിച്ചു. കേരളം പഴയ കേരളമല്ല. ഇവിടെ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് വേഗതയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നതാണ് പിണറായി നയിക്കുന്ന 16 മുതലുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധം എന്നുള്ളത്. അതിലൊരു കാര്യം കൂടി, അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിലാണ് താങ്കൾ വ്യവസായ മന്ത്രിയായി വന്നത്. ഈ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ പറഞ്ഞ സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ തുടർ ഭരണം മലയാളിക്ക് പരിചിതമില്ലാത്തൊരു ആദ്യത്തെ അനുഭവമായിരുന്നു 16-ൽ. തുടർ ഭരണം വന്നാൽ ഒരു നാട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്ന ഒരു ബോധത്തെയും പ്രതീക്ഷകളെയും അതിജീവിച്ച് കൂടുതൽ പ്രതീക്ഷകളിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകാൻ നിങ്ങളുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ ആണല്ലോ. ഞാൻ പ്രവർത്തിക്കുന്നത് ഈ മന്ത്രിസഭയുടെ ഭാഗമാണെങ്കിലും കഴിഞ്ഞ ഗവൺമെൻറ് ഇട്ട അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. അത് എങ്ങനെ കുറേ കൂടി ശക്തിപ്പെടുത്തി കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാം, അതാണ് ഞങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടിന്യൂറ്റി, തുടർച്ച എന്നുള്ളത് കേരളീയ സമൂഹത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരേ ലീഡറുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രണ്ടാണെങ്കിൽ പോലും പ്രവർത്തനം വരുന്നു. ആ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അത് ഇപ്പോൾ ഇതിലേക്ക് എത്താൻ, ഈ ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഈ തുടർച്ച ഒരു പ്രധാനപ്പെട്ട സംഭാവന. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നു, അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ തുടരുമോ എന്ന ആശങ്ക നിൽക്കും, മാറും, താല്പര്യങ്ങൾ മാറും. ഇതായിരുന്നു വ്യത്യസ്തമായിട്ട് ഒരു തുടർച്ച വരുന്നു. ആ തുടർച്ച ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓരോ നയവും ആവിഷ്കരിക്കുന്നത്. പ്രതിപക്ഷവും തുടർച്ചയാണ്. അവരെന്താണ് പഠിക്കേണ്ടത്, പാഠമാക്കേണ്ടത്? അത് എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇതിനകത്ത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷവും എല്ലാവരും, മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് നമുക്ക് കുറേ കൂടി നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഓപ്പണപ്പ് ആവേണ്ടതുണ്ടോ? ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ കേരളത്തെക്കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാട് രൂപീകരിക്കുന്ന കാര്യങ്ങളിൽ വല്ലാതെ ഉറച്ചുപോയ ചില കാര്യങ്ങളാണല്ലോ. അത് പതുക്കെ മാറി വരും. നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാവരുടെയും രീതികൾ, കാഴ്ചപ്പാടുകൾ, സമീപനങ്ങളൊക്കെ മാറുമെന്ന് അമിത പ്രതീക്ഷ നമ്മളാരും വയ്ക്കേണ്ടതില്ല. പക്ഷേ മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പറയുന്നത് വി ആർ ചേഞ്ചിങ് ദ നേച്ചർ ഓഫ്. അതുകൊണ്ടാണ് മിനിസ്റ്റർ തുടർച്ചയായി കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് വളരെ ആഹ്ലാദത്തോടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പലരും വെറും പ്രൊപ്പഗൻഡയാണെന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, വാട്സപ്പിലെ ചരിത്രകാരന്മാർ എന്നാണ് ഒരു വേള പ്രസംഗിച്ചപ്പോൾ കേട്ടത്. എപ്പോഴും ഫാക്ട്സ് വെച്ചിട്ടാണ്, വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതല്ല പ്രൊപ്പഗൻഡ, വസ്തുതയിലും ഇന്ന് ഏറെ അകന്ന് നിൽക്കുന്നു. അതെനിക്ക് ഇപ്പോൾ ഒരു ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ചരിത്രഘട്ടമായി ഇത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു. യെസ്, കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയാണ്. വളരെ ആത്മവിശ്വാസത്തോടെ ഒരു തുടർഭരണത്തിൻ്റെ തുടർച്ചയിൽ എങ്ങനെയാണ് ഒരു നാട് വളരെ ചിട്ടയായി ഏറ്റെടുത്ത കാര്യങ്ങൾ 2016 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ആ നിലയിലുള്ള ഒരു പിന്തുണ ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ അടക്കം എല്ലാ ഇടങ്ങളിൽ നിന്നും, മന്ത്രാലയങ്ങളിൽ നിന്ന്, വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ചതിൽ നിന്നാണ് കേരളത്തിന് ഇന്ന് ഈ കാണുന്ന വിധത്തിലേക്കുള്ള അടുക്കും ചിട്ടയായി കൃത്യമായി ഗൃഹപാഠം ചെയ്ത് ലോകമെമ്പാടുമുള്ള വ്യവസായ സംരംഭങ്ങളുടെ പ്രതിനിധികളെ, നയതന്ത്ര പ്രതിനിധികളെ, മന്ത്രിതല സംഘങ്ങളെ ഒക്കെ, രാജ്യത്തിനകത്ത് നിന്നുള്ള സംഘങ്ങളെ, കേന്ദ്രമന്ത്രിയെ, പ്രതിപക്ഷ നേതാവിനെ ഒക്കെ എത്തിച്ചു കേരളത്തിൻ്റെ ഈ കേരള സമ്മിറ്റ്, ഇൻവെസ്റ്റ് കേരള എന്ന ഈ ആഗോള നിക്ഷേപക സംഗമം യഥാർത്ഥത്തിൽ കൊച്ചിയിൽ ആരംഭിക്കാൻ പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒരു മികച്ച വിജയത്തിലേക്ക് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. 5000-ൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. മന്ത്രി പറഞ്ഞത് 6000-ൽ പരം ആളുകളാണ് ഇതിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൽപരരായി വന്നത്. 5000-ൽ അത് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വന്ന താല്പര്യക്കാരെ വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോകും എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ സംസാരിച്ചത്.